ഹലോ, എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനുണ്ടല്ലോ ഒന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ഒന്ന് നമ്മുടെ സൊസൈറ്റി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ സൊസൈറ്റിയാണ് ഈ ബാക്ക് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ സൊസൈറ്റിയിൽ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈ ഗ്രൗണ്ട്, മിറ്റം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എല്ലാവരുടെയും വീട്ടിൽ മിറ്റമൊക്കെ ഉള്ള കൂട്ടത്തിലല്ലേ പിള്ളേർക്ക് കളിക്കാൻ സ്പേസ് ഉണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ ഒത്തിരി നിലകൾ, 8-9 നിലയുള്ള ഫ്ലാറ്റുകൾ. അപ്പം അവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനൊന്നും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ സൊസൈറ്റിക്കാർ നമുക്ക് കുറച്ച് സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ട് കളിക്കാനായിട്ട്. ഇപ്പം ഈവനിങ്ങിൽ കുട്ടികളെ സ്കൂളെല്ലാം വിട്ട് കഴിഞ്ഞ് വരുമ്പോഴും അതുപോലെ തന്നെ പഠിത്തവും ട്യൂഷൻ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പേരൻസും കുട്ടികളും എല്ലാവരും ഈ ഗ്രൗണ്ടിൽ വന്നിട്ട് ഷട്ടിൽ, ക്രിക്കറ്റ് അതുപോലെ തന്നെ എല്ലാം കളിക്കാനൊക്കെ വരും. അവർക്ക് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പോലെ. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അത്രയും സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള സ്പേസിൽ എല്ലാവരും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം ഞങ്ങളൊന്ന് വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് ഇവിടെ നടക്കാനായിട്ട് വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഞങ്ങളുടെ അഡോർ സൊസൈറ്റി ഒന്ന് കാണണ്ടേ എങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പം ഞാനുണ്ടല്ലോ ഇന്ന് ഈവനിങ്ങിൽ എല്ലാ ദിവസവും ഞാൻ ഈവനിങ്ങിൽ ഫുഡ് കഴിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ്. അവരാണെങ്കിൽ ഉണ്ടല്ലോ അവർക്ക് നോമ്പുണ്ട്. അപ്പം അവർ മുസ്ലിം ഫാമിലിയാണ്. അപ്പം അവർക്ക് നോമ്പുള്ളതുകൊണ്ട് നല്ല അടിപൊളി ഫുഡ് അവർ വൈകുന്നേരം ഉണ്ടാക്കുന്നത്. ഒത്തിരി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വയ്ക്കും. ഞാൻ എന്നിട്ട് അവിടെ ചെന്നിട്ട് വൈകുന്നേരം എന്നും ഫുഡ് കഴിച്ചിട്ട് വയറ് നിറച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വയറൊക്കെ നിറഞ്ഞാലും ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നടക്കാനായിട്ട് വന്നേ. അപ്പം നമുക്ക് നമ്മുടെ സൊസൈറ്റി ഒന്ന് കണ്ടിട്ട് വരാം നന്നായിട്ട്. ഓക്കെ, അതുണ്ടല്ലോ കുറേ നാളിന് ശേഷം എനിക്ക് ഊഞ്ഞാലി ഫ്രീ ആയിട്ട് കിട്ടിയതാട്ടോ. കാരണം ഇന്ന് ഈ തണുത്ത കാറ്റുള്ളതുകൊണ്ട് കുട്ടികളെല്ലാവരും ഒന്ന് വീട്ടിൽ കൊണ്ടു വന്നു. നമുക്ക് കുറേ നാളിന് ശേഷം ഞാൻ ഈ ഊഞ്ഞാലിട്ട് കാണുന്നത്. മിക്കവാറും സൊസൈറ്റിക്കാരൻ്റെ തല്ലാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം എന്റെ വെയിറ്റ് കൊണ്ട് പിള്ളേരുടെ ഊഞ്ഞാല് പൊട്ടിപ്പോകുന്ന എനിക്ക് ചെറിയൊരു സംശയമില്ലായില്ല. പക്ഷെ എന്തായാലും ഞാനൊന്ന് ആടിയിട്ടേ വീട്ടിൽ പോകത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഊഞ്ഞാല് നമുക്ക് പിള്ളേർക്ക് ഇട്ട് കൊടുക്കും. ഇവിടെ പിള്ളേർ വന്നിട്ടുണ്ട്, ക്യൂല് നിൽക്കുക ഇവിടെ വെയിറ്റിംഗില്. ഞാനൊന്ന് മാറിയിട്ടോടെ അവർക്കൊന്ന് ഊഞ്ഞാലിടാൻ വേണ്ടി. അപ്പൊ ശരി, അപ്പൊ നമുക്ക് പിള്ളേർക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ സൊസൈറ്റി കൂടി നടക്കുമ്പോണ്ടല്ലോ ഒരു മോന് സ്കേറ്റിംഗ് ഷൂസ് ഒക്കെ ഇട്ടിട്ട് ഓടുന്നുണ്ടോ അവനെ. എത്ര നന്നായിട്ട് അവൻ ഓടുന്നത് നോക്ക്. ഈ പാതിരാത്രിക്ക് അവന് ഉറക്കില്ലാണ്ട് അവൻ ഓടുന്നത് നോക്ക്. എന്ത് രസമായിട്ടാണ് കണ്ടോ. എന്ത് സ്പീഡിലാണ് ഓടുന്നത് നോക്ക്. ഇവൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടിയാന്ന് തോന്നുന്നു. അയ്യോ, ഇവിടെ ഒരു ഹമ്പുണ്ട്. അത് ആ മോൻ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അയ്യോ, ഇവന്റെ ഇവിടെ വീട് നമ്മുടെ സൊസൈറ്റിയുടെ ബാക്ക് സൈഡില് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സൊസൈറ്റിക്കാരുണ്ടാക്കിക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. ഇവിടെ ഉത്സവം വരുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ സമൂസ അതുപോലെ ബ്രെഡ് പക്കോട അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പം നമ്മള് ചില സമയത്തൊക്കെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രസാദം പോലെ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ സാധനം മേടിച്ച് കഴിച്ചിട്ട് അമ്പലം കാര്യം അടച്ചുപോയി. കാര്യം നമ്മൾ ലേറ്റ് ആയിട്ടാണ് വന്നത്. കാരണം ഇപ്പം ഇത്രയും നേരമായില്ലേ. അപ്പം അമ്പലമൊക്കെ അടച്ചുപോയി. അമ്പലം ഇവിടെ തുറക്കുന്നത് എനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗ് 5 o'clock ദെൻ ഈവനിങ്ങിൽ 5 o'clock തോന്നുന്നു. മന്ദിറിൽ ശാന്തിയൊക്കെ വരാറുണ്ട് ഇവിടെ പൂജ നടത്താൻ അങ്ങനെയൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ സൊസൈറ്റിയൊക്കെ വെറുതെ കണ്ടു നടന്ന് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ് ഇവിടുത്തെ അമ്പലത്തിന്റെ ഒക്കെ വീഡിയോസ്. അപ്പം നമ്മൾ ഇച്ചിരി ലേറ്റായി വീട്ടിൽ പോകാനായിട്ട്. അപ്പം നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക.